الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും ബാത്തിലിന്റെ ശക്തികളെ ഒതുക്കുക എന്നത് പ്രഥമ ലക്ഷ്യമായിട്ട് കാണാറില്ല. ചരിത്രം പരിശോധിച്ചാൽ അക്രമകാരികളെ, ബാത്തിലിന്റെ അനുയായികളെ, അക്രമികളായ ഭരണാധികാരികളെ, അതിക്രമികളായ സമ്പന്നന്മാരെ, ഇവരെയൊക്കെ ഒതുക്കുക, നശിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടിസ്ഥാന ലക്ഷ്യമല്ല ദുനിയാവിൽ. ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിന്റെ വഹദാനീയത്തിനെ തിരഞ്ഞെടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സമൂഹം, ആ സമൂഹത്തിന് മറ്റവര് തടസ്സമുണ്ടാക്കുകയും
ഈ സമൂഹം പരാതി അള്ളാഹുവിനോട് പറയുകയും അള്ളാഹുവിന്റെ ഇടപെടലിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അള്ളാഹു താല എതിർപക്ഷത്തിന്റെ കാര്യത്തിൽ ഇടപെടാറുള്ളൂ. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വിഷയം അതാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അള്ളാഹു താല അഥവാ 5 ഔലിയാക്കളുടെ പേരിൽ ജാറങ്ങൾ നിർമ്മിച്ച് അവകളെ അള്ളാഹുവിന്റെ പകരക്കാരായ ഇലാഹുകളാക്കി അഥവാ ഇടയാളുകളാക്കി നിശ്ചയിച്ച് അള്ളാഹുമായിട്ടുള്ള കരാറ് ലംഘിച്ച് ജീവിച്ച സമൂഹം. ആ സമൂഹം കരാറിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയെ റസൂലാക്കി നിയോഗിക്കുന്നത്. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രാവും പകലും ഒരുപോലെ അവരെ ഷഹാദത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മെനക്കെടുകയാണ്. നാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുകളെ നിയോഗിച്ചത് എല്ലാ കാലഘട്ടത്തിലും അതിന്റെ മുൻപത്തെ സമൂഹം അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും ജാറങ്ങളെ കൊണ്ട് അള്ളാഹുവിന് കൊടുത്ത ഷഹാദത്തിനെ ലംഘിക്കുകയും ചെയ്ത് ജീവിക്കുന്ന സമൂഹത്തെ വീണ്ടും ഷഹാദത്തിലേക്ക് കൊണ്ടുവരാനാണ് റസൂലുകളെ നിയോഗിച്ചത് എന്ന് നാം പറഞ്ഞിട്ടുണ്ട്. അതാണ് ചരിത്രത്തിന്റെ സാക്ഷിത്വം. എന്നല്ലാതെ കുഫറിൽ കഴിഞ്ഞുകൂടുന്ന ഏതോ മതക്കാരെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുക, കൺവെർട്ടിങ്, മതപരിവർത്തനം ഇല്ല. അങ്ങനെ ഒരു സംവിധാനമില്ല. അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുക്കുകയും അമലുകൾ നിലനിർത്തുകയും ഷഹാദത്ത് ലംഘിക്കുകയും ചെയ്യുന്ന സമൂഹത്തെ വീണ്ടും ഷഹാദത്തിലേക്ക് കൊണ്ടുവരാനാണ് റസൂലുകളെ അയച്ചത്. അതുകൊണ്ടാണല്ലോ റസൂലുകൾ ഇത്ര എണ്ണം കുറവായത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് വരെ ആകെ 313 മുർസലീങ്ങളല്ലേ അയച്ചിട്ടുള്ളൂ. അതേ സന്ദർഭത്തിൽ ആദം നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെ 1,24,000 നബിമാരുണ്ട്. നബിമാരെന്തിനു വേണ്ടിയുള്ളതാണ്? അന്നുബുവ്വത്തു ലിത്തർബിയ. നിലവിലുള്ള മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാനുള്ള ഉസ്താദുമാരാണ് നബിമാര്. അങ്ങനെ അതാത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് തർബിയത്ത് കൊടുക്കാൻ, അവരെ തൗഹീദ് തെറ്റിപ്പോകാതെ അവർക്ക് ബയാൻ ചെയ്ത് കൊടുക്കാൻ, അവരെ എപ്പോഴും എപ്പോഴും ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കാൻ, അഅ്മാലുകളിൽ സൂക്ഷ്മത പാലിക്കാൻ, മുങ്കറാത്തുകൾ നിഷിദ്ധ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാനുള്ളതാണ് നബിമാര്. മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായ തഅലീമും തർബിയത്തും തസ്കിയത്തും കൊടുക്കാനുള്ള നബിമാര്. റസൂലുകൾ അങ്ങനെയല്ല. നബിമാര് കൊടുത്ത തർബിയത്തനുസരിച്ച് ജീവിക്കുകയും ആ നബിമാര് മരണപ്പെടലോടുകൂടി അള്ളാഹു അല്ലാത്തവരെ പകരം വെക്കുകയും ചെയ്യുന്ന സമൂഹം ഷഹാദത്ത് ബാത്തിലാക്കി. ഓൾറെഡി നിസ്കാരം നിലവിലുണ്ട്, നോമ്പ് നിലവിലുണ്ട്, ജക്കാത്തും സദഖയും നിലവിലുണ്ട്, ദിക്ർ തസ്ബീഹാത്തുകൾ നിലവിലുണ്ട്, ഉലമാക്കൾ നിലവിലുണ്ട്, ദർസും മദ്രസയും നിലവിലുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം അവരെ പഴച്ചു. ഇതെല്ലാം ഉള്ളതിനോട് കൂടെ അള്ളാഹുവിനിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ മഹാന്മാരെ ഇടയാളുകളാക്കുക എന്ന കൊടിയ പാപം അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു താല നബിമാർക്ക് പകരം നുബത്തിന് പുറമേ റിസാലത്തും കൂടി നൽകുന്നത് എന്ന് നാം പറഞ്ഞു. അതാണ് ചരിത്രം. റിസാലത്ത് റസൂലിന്റെ ജോലി. സാധാരണ പറയാറുണ്ട്, നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയാൽ പോരെ, നമ്മൾ ഇത്ര കടുപ്പത്തിൽ പറയണമോ തൗഹീദ്? മറ്റുള്ളവരെയും കൂടി ഒന്ന് പരിഗണിച്ചുകൂടെ? നമുക്കൊരു സമാധാനം, നമ്മുടെ ഒരു പ്രശ്നക്കാരാവേണ്ടിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് നിർവഹിക്കേണ്ടത് റസൂലുകളാണ്. ഏറ്റവും വലിയ പ്രശ്നക്കാർ, ഈ ഭാഷ അനുസരിച്ച് ഏറ്റവും വലിയ പ്രശ്നക്കാർ മുർസലീങ്ങളാണ്. ഏറ്റവും വലിയ പ്രശ്നക്കാർ മുസ്ലിമീങ്ങളാണ്. സലഫികൾ എന്ന് പറയുന്നവർ തന്നെ നമ്മളോട് പറയാറുണ്ട്, അത്ര കടുപ്പം വേണ്ട ഉസ്താദെ, നമ്മുടെ നാട്ടിന്റെ ചുറ്റുപാട് അങ്ങനെയാണല്ലോ എന്ന്. എങ്കിൽ റസൂലുകളായിരുന്നു ആ ചുറ്റുപാടുകൾ ആദ്യം നോക്കേണ്ടത്. എന്തിനാണ് നൂഹ് നബി പ്രശ്നം ഉണ്ടാക്കിയത്? വളരെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ ആ കാലഘട്ടത്തിലെ ജനം? ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താനങ്ങളിലെ 11ാമത്തെ തലമുറ പരമസുഖമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ? നിസ്കരിക്കുന്നവർ നിസ്കരിക്കുന്നു, കള്ളുടിക്കുന്നവർ കള്ളുടിക്കുന്നു, ജാറത്തിൽ പോകുന്നവർ ജാറത്തിൽ പോകുന്നു, ഉറൂസിന് പോകുന്നവർ ഉറൂസിന് പോകുന്നു, അള്ളാഹിനെ മാത്രം വിളിക്കുന്നവർ അങ്ങനെ പോകുന്നു. എല്ലാവരെയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നില്ലേ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ? എന്തിനാണ് അതിന്റെ ഇടയിൽ കയറിയിട്ട് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി പ്രശ്നം ഉണ്ടാക്കിയത്? എന്താ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കാത്തത്? ഏറ്റവും വലിയ പ്രശ്നക്കാരൻ നൂഹ് നബി അല്ലേ? അള്ളാഹു തആല സൂറത്തു നൂഹിൽ പറഞ്ഞ വിഷയം തന്നെ അതല്ലേ? നൂഹ് നബി അള്ളാഹുവിനോട് പറഞ്ഞ വിഷയം തന്നെ എന്താണ്? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഖൗമിനെ രാവും പകലും ഒരുപോലെ ദഅവത്ത് ചെയ്തു, നീ മാത്രം മതി എന്നതിലേക്ക്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, നീ അല്ലാത്ത വേറൊരാളെയും ഇടയാളുകളായി പരിഗണിക്കരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞ? വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. അവരാരും എൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. അവർ ജഅലു അസ്വാബിയഹും ഫീ ആദാനിഹിം, അവരവരുടെ വിരല് ചെവിയിൽ വെച്ചിട്ട് ഓടുകയാണ്. അല്ലാഹുവേ, അവർ ഓടുക മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ മുഖം വസ്ത്രം കൊണ്ട് മറക്കുകയാണ് അവർ ചെയ്യുന്നത്. മുഖത്ത് മുന്നിട്ട്, തലയിൽ മുണ്ടിട്ടിട്ട് ഓടുകയാണ് അവർ ചെയ്യുന്നത്.
അവര് ലാലിമ്യങ്ങൾ മാത്രമായിട്ട് പെരുകുകയാണ്. അവർ അഹങ്കാരികൾ, പല കിബ്രിന്റെ വാക്കുകളും പറഞ്ഞ് എന്നെ പരിഹസിച്ചുകൊണ്ട് നടക്കുകയാണ് അവര്. അല്ലാ, ഇനി സഹിക്കാൻ കഴിയില്ല അല്ലാ, അതുകൊണ്ട് എന്തിനാണ് നൂഹ് നബി അലൈഹിസ്സലാം കടുപ്പം സ്വീകരിച്ചത്? ഇന്ന് ഈ ദഅവത്തിന്റെ പ്രബോധകന്മാര്, അതായത് സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ പറയും പോലെ ഒരുതരം അഡ്ജസ്റ്റ്മെന്റ് പോകാമെങ്കിൽ നൂഹ് നബിക്കല്ലേ ആദ്യമായിട്ട് ആ നിർദ്ദേശം കിട്ടേണ്ടത്. ഒന്ന് ഒപ്പിച്ച് പോയാൽ മതി. ഏതായാലും ആൾക്കാർ നിസ്കരിക്കുന്നുണ്ടല്ലോ, ഏതായാലും നോമ്പും നോക്കുന്നുണ്ടല്ലോ, ഏതായാലും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നുണ്ടല്ലോ, ഇത്രയും മതിയല്ലോ. പിന്നെ അവർക്ക് അവരുടെ ജഹാലത്തൊക്കെ മാറാൻ മാത്രം ഒന്ന് വിശദീകരിച്ചു കൊടുത്തിട്ട് അവര് സൂഫി ഷെയ്ഖുകൾ എങ്ങനാക്കി കണ്ടാൽ മതിയല്ലോ ഈ ജാറത്തിന്റെ ആൾക്കാരെ. വലാ തദറുന്ന വദ്ദം വലാ സുവാഅ വലാ യഊക വയഗൂസ വനസ്റ, ഈ 5 ഔലിയാക്കന്മാരെ പേര് ഖുർആൻ പറഞ്ഞതാണല്ലോ. ഈ ഔലിയാക്കന്മാർക്ക് വേണ്ടിയിട്ട് അവര് ഔലിയാക്കന്മാരെ അംഗീകരിച്ചിട്ട് ജീവിക്കുന്നവരെ സൂഫി ഷെയ്ഖുകൾ എന്നെങ്ങാനും പറഞ്ഞിട്ട് ഒപ്പിച്ചാൽ പോരെ. ഇന്ന് ചില സലഫികൾ എന്ന് പറയുന്ന ചിലർ വിശ്വസിക്കുന്നത് പോലെ സൂഫി ഷെയ്ഖുകളാണ് അവര് എന്ന് പറഞ്ഞിട്ട് അവര് വിട്ടാൽ മതി. അവരൊക്കെ കൂടുതൽ കുഴപ്പമില്ല. വല്ലാഹി ഏറ്റവും വലിയ ദുൽമാണ് ദഅവത്തിന്റെ അഹ്ലുകാർ പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൊടിയ മുശ്രിക്കുകളെയും കാഫിരീങ്ങളെയും സൂഫി ഷെയ്ഖുകൾ എന്ന് വിശേഷിപ്പിച്ച് തൗഹീദ് എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലാത്ത, അതേ അവസരത്തിൽ തൗഹീദ് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് ലൈനിൽ വന്ന പലരും ഇന്ന് കൊടുകെടുത്ത മുശ്രിക്കുകളെ തുടർന്ന് നിസ്കരിക്കാൻ മാത്രം അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിനിവിടുത്തെ ചില മുജാഹിദ് സംഘടനകളാണ് കാരണക്കാരെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ലാലിമീങ്ങൾ അവരാണ്. ഷിയാക്കളെക്കാൾ വലിയ ലാലിമീങ്ങൾ അവരാണ്. കാരണം ചെറിയൊരു ചാൻസ് കിട്ടിയാൽ മതി ദഅവത്ത് പാളാൻ, തൗഹീദ് പാളി ശിർക്കിലേക്ക് എത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ട് ഈ ഉമ്മത്തിൽ ശിർക്ക് വന്നു ചേരുന്നതിനെ സംബന്ധിച്ച്. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ തഖൂമു സ്സാഅത്തു ഹത്താ യൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ഇലൽ മുശ്രിക്കീൻ. ലാ യഖൂമു സ്സാഅത്തു, ലാ തഖൂമു സ്സാഅത്തു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഹത്താ യൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് അഥവാ മുവഹ്ഹിദുകൾ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ, അവരൊരു വലിയ വിഭാഗം ശിർക്കിന്റെ അഹ്ലുകാരിലേക്ക് ചേരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ഹത്താ തുർബദൽ ലാത്തു വൽ ഉസ്സ, ലാത്തയുടെയും ഉസ്സയുടെയും ജാറം തിരിച്ചു വരുന്നത് വരെ ഈ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ചല്ല, ഇവിടുത്തെ ഷിയാക്കളെ സംബന്ധിച്ചല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ തൗഹീദിലും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ റിസാലത്തിലും വിശ്വസിച്ച് ആ രാജപാതയിൽ സഞ്ചരിച്ച് ആ സഞ്ചാരത്തിന്റെ ഇടയിൽ തൗഹീദും ഉറുക്കപ്പിടിച്ച് സുന്നത്തും ഉറുക്കപ്പിടിച്ച് ജീവിക്കുന്ന സമൂഹം അവരിതെല്ലാം വിട്ടിട്ട് മറ്റവരെ പിന്നാലെ പോകുമെന്ന് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വാക്ക്. എന്നാലും നമ്മൾ ജീവിക്കുന്ന സമയത്ത് തന്നെ ഈ ഗതികേട് നമ്മൾ കണ്ടല്ലോ എന്നുള്ള ദുഃഖമാണ് നമുക്ക്. സൂഫി ഷെയ്ഖുകളെന്നും പറഞ്ഞ് ഇവിടുത്തെ കടുകടുത്ത മുശ്രിക്കീങ്ങളായ ഈ പുരോഹിതന്മാരെ പിറകിപ്പോയി നിസ്കരിക്കാൻ മാത്രം തൗഹീദിന്റെ വക്താക്കൾ എന്ന് പറയുന്നവർ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് ഈ സമൂഹത്തിന്റെ നാശം ഈ നൂറ്റാണ്ടിൽ. ഇവിടുത്തെ ഷിയാക്കളോ നസാറാക്കളോ ജൂതന്മാരോ അല്ല നാശം, മറിച്ച് തൗഹീദ് ലഘൂകരിച്ചു കൊടുക്കുകയും ഇവിടുത്തെ പിന്നെ എന്തിനാണ് ഈ 100 കൊല്ലത്തിനിടയിൽ നമ്മുടെ സംവിധാനം എന്തിനാണ്? എല്ലാം പിരിച്ചു വിട്ടിട്ട് അവരൊക്കെ കൂടിയിട്ട് അവരെ പള്ളിയിൽ അങ്ങ് പോയാൽ പോരെ? പിന്നെന്തിനാണ് നമുക്ക് പ്രത്യേകമായിട്ടൊരു സംവിധാനം? വളരെ ഗൗരവമായിട്ട് നാം ഈ വിഷയത്തെ കാണണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രം അതാണ്. ആ വഴിയിലാണ് നാം ചരിത്രത്തിന്റെ പിൻകുറി വളരെ കൃത്യമായി അഷ്റഫുൽ ഖൽഖിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മുഹറം മാസത്തെ സാക്ഷിയാക്കിക്കൊണ്ട് നാം എത്തിയത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സാക്ഷിയാക്കിക്കൊണ്ടാണ്, ദുൽഹജ്ജ് മാസത്തെ സാക്ഷിയാക്കിക്കൊണ്ടാണ് ഇബ്രാഹിം ഈ ചരിത്രം നാം ആരംഭിച്ചത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ പാരമ്പര്യത്തിൽ ഖുറൈശി തറവാട്ടിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം ദുൽഹജ്ജ് മാസവും ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ആ ചരിത്രത്തിന് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നിട്ട് പിന്നെ മുഹറം 1 മുതൽ അള്ളാഹു താല ഇപ്പുറത്തുനിന്ന് വേറെ ചരിത്രം തുടങ്ങുകയാണ്. മുഹറത്തിന്റെ സാക്ഷിപത്രം മൂസ നബിയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഹജ്ജിന്റെ സാക്ഷിപത്രം ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടതാണ്. മുഹറം മാസത്തെ അള്ളാഹു ചരിത്രപരമായി സാക്ഷിയാക്കി നിർത്തുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഖൗമിന്റെയും ചരിത്രം ഇങ്ങോട്ട് കൊണ്ടുവരാനാണ്. എന്നിട്ട് എന്ത് എടുത്തണമെന്നറിയുമോ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ എത്തും മുഹറത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്നിട്ട് ഇബ്രാഹിമി വഴിയിലൂടെ വന്ന ദുൽഹജ്ജ് മാസവും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴിയിലൂടെ വന്ന മുഹറം മാസവും ഇവ രണ്ടും കൂടി സംയോജിപ്പിക്കപ്പെട്ട് എത്തിച്ചേരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്
മുഹമ്മദുർ റസൂലുള്ള 2 ചാനൽ ഒന്നാക്കുന്നത് എവിടെയാണെന്നാണ് നാം പറഞ്ഞു വരുന്നത്. വളരെ ശ്രദ്ധിച്ചു കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് മനസ്സിലാവുകയുള്ളൂ. പുരാണം കേൾക്കുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഥ കേൾക്കുന്നത് പോലെയോ പഴയ കാലത്തെ വയല് പരമ്പര കേൾക്കുന്നത് പോലെയോ കേട്ടാൽ നാം ഈ പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ പറയട്ടെ, ഹസ്രത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് പൂർണ്ണമായും നമ്മുടെ ഭാഷയിൽ സലഫിയത്തിലായിരുന്നു. അവര് ഷീഇയ്യത്തിലേക്ക് പോകുന്ന വഴിയാണ് നാം ചർച്ച ചെയ്തത്. എന്തിനാണെന്നറിയാം അല്ലാഹ് ചരിത്രം പറയുന്നത്? എന്താണ് ചരിത്രം? ചരിത്രം കഥ പറയാനല്ല, നോവൽ പുസ്തകമല്ല ഖുർആൻ. പരിശുദ്ധ ഖുർആൻ നോവൽ പുസ്തകമല്ല, കഥയെഴുത്ത് പുസ്തകമല്ല, ഭരണഘടനയുമല്ല. അങ്ങനെ ചില ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഖുർആൻ ഭരണഘടനയാണ്, നവ്വല്ല. പിന്നെന്താ? വർത്തമാനകാല സമൂഹം ഏത് വഴിയിൽ സഞ്ചരിക്കണമെന്ന് വളരെ കൃത്യമായി സമൂഹത്തെ ബോധിപ്പിക്കുവാനുള്ള സിറാത്തുൽ മുസ്തഖീമിന്റെ നേർരേഖയാണ് ഖുർആൻ. അത് ആ രീതിയിൽ തന്നെ ബോധ്യപ്പെടണം നമുക്ക്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹ്, ഈ ഖൗമിനെ കൊണ്ട് തോറ്റു. ഇവരധികാരവും പണവും നീ നൽകിയ രാഷ്ട്രീയാധികാരവും സാമ്പത്തികാധികാരവും ജനപ്പെരുപ്പവും ഭൂരിപക്ഷത്തിന്റെ സപ്പോർട്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ നാശത്തിന്റെ വഴിയിലെത്തിച്ചു. ഞങ്ങളെ എന്നും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവര് ഞങ്ങളെ പെണ്ണുങ്ങളെ പൂർണ്ണമായും അവഹേളിക്കുകയാണ്. മക്കളെ, ചെറിയ കുഞ്ഞും മക്കളും ജനിക്കുമ്പോൾ തന്നെ കൊല്ലുകയാണ്. പെൺമക്കളെ ജീവിക്കാൻ വിടുകയും ആ മക്കളെ കൊന്നൊടുക്കുകയുമാണ്. സഹികെട്ടു അള്ളാഹുവേ. അള്ളാഹു ആ ദുആ സ്വീകരിച്ചു. ബദൽ സംവിധാനം ഉണ്ടാക്കി മുസ്ലിമീങ്ങളോട്, സലഫികളോട് നാടുവിടാൻ ആവശ്യപ്പെട്ടു. അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹാറൂന്റെയും നേതൃത്വത്തിൽ നാടുവിടാൻ തീരുമാനിച്ചു. ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോൾ പ്രശ്നം വഷളായി. പിറകെ ഫറോവാന്റെ ആയുധവും പട്ടാളവും വരുന്നുണ്ട് മുസ്ലിമീങ്ങളെ നാമാവശേഷമാക്കാൻ. മൂസയും ഹാറൂനും ഈ സമൂഹത്തെയും കൊണ്ട് ഏത് നാട്ടിൽ പോയി ജീവിച്ചാലും നമുക്കത് തലവേദനയാണ്. അതുകൊണ്ട് വേറെ നുള്ളിക്കളയണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അവർ പുറപ്പെട്ടത്. അങ്ങനെ ചെങ്കടലിന്റെ തീരത്താണ് പിന്നെ സംഭവം നടക്കുന്നത്. ഇത്രയും കാലം, ഏതാണ്ട് പതിറ്റാണ്ടുകളോളം, ഏതാണ്ട് 100-200 കൊല്ലത്തോളം, 300-അടുത്ത കൊല്ലത്തോളം മൂസാ നബി ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെയ്ത പരിശ്രമത്തിന്റെ പരിസമാപ്തി എന്ന നിലക്ക് അല്ലാഹു തആല പറഞ്ഞു, ഓ മൂസ, വടി കൊണ്ടടിക്കുക, ഞാൻ വഴിയൊരുക്കി തരാം, അക്കരയിലേക്ക് പോയിക്കൊള്ളുക. എന്നിട്ട് സിറിയയിൽ, പേർഷ്യയിൽ, ഷാമിൽ, പേർഷ്യയിൽ പോയി താമസിച്ചു കൊള്ളുക. ഇവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അങ്ങനെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചെങ്കടല് കടത്തിയത്. 100% സലഫികളും അഥവാ മുഅ്മിനീങ്ങളും മുവഹ്ഹിദീങ്ങളും അക്കരയിലെത്തിയപ്പോൾ വഴിയുടെ വന്ന ഫറോവ തന്റെ സമൂഹത്തെയും കൂട്ടി വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അല്ലാഹു തആല കടലോട്, ഇത് ഫിറഔന്റെ നേതൃത്വത്തിൽ ചലിക്കുന്ന കടലല്ല, അള്ളാഹുവിന്റെ കൺട്രോളിലുള്ളതാണ് ഈ പുഴ എന്ന് അവന്റെ പ്രസംഗത്തെ ലംഘിച്ചുകൊണ്ട് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയായിരുന്നില്ലേ? എന്തേലും നേരത്തെ ഫിറോൻ പ്രസംഗിച്ചത് സമൂഹത്തോട്? ജാറങ്ങൾക്കെതിരിൽ സമൂഹത്തിന്റെ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ വെച്ച് അധ്യക്ഷ പ്രസംഗത്തിൽ ഫറോവ പറഞ്ഞ കാര്യം ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. വനാദാ ഫിർഔനു ഫീ ഖൗമി, ഖൗമിൽ ഫിർഔൻ തന്റെ ജനതയ്ക്ക് അനൗൺസ് ചെയ്തു ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടാൻ. അങ്ങനെ ഒരു മൈതാനത്ത് അവര് ലക്ഷക്കണക്കിന് ജനം ഒരുമിച്ചുകൂടി. കാല, ആ യോഗത്തിൽ വെച്ച് ഫിറഔൻ പ്രസ്താവിച്ചു, യാ ഖൗമി, ഹോ എന്റെ ജനങ്ങളെ, അലൈസ ലീ മുൽക്കു മിസ്ര, ഈ ഈജിപ്തിന്റെ രാജാധികാരം, ഭരണാധികാരം എന്റെ കയ്യിലല്ലേ? മൂസ പറയുന്നു അള്ളാഹുവാണ് രാജ്യം ഭരിക്കുന്നത് എന്ന്. അതേപോലെ തന്നെ ഓ ഹാദിഹിൽ അൻഹാറു, ഈ നൈൽ നദിയും ചെങ്കടലും, തജ്രി മിൻ തഹ്തി, എന്റെ ചൊൽപ്പടിക്കനുസരിച്ച് എന്റെ അധികാരത്തിന്റെ ചോട്ടിലല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മൂസ പറയുന്നു ചെങ്കടലും നൈലും അള്ളാന്റെ കസ്റ്റഡിയിലാണെന്ന്. അഫലാ തുബ്സിറു, നിങ്ങൾക്കെന്താ അകക്കണ്ണ് കണ്ടുകൂടെ എന്ന് ഫിർഔൻ സമ്മേളനത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സൂഫി ഷെയ്ഖുകളാകുന്ന മുശ്രിക്കുകൾ ഇവിടുത്തെ ജനങ്ങളോട് പ്രസംഗിക്കുന്നത് പോലെ നിങ്ങൾക്കെന്താ കണ്ടൂടെ? അമ്പലി ഇങ്ങനെ ചെയ്തില്ലേ, ഈ ഷെയ്ഖ് ഇങ്ങനെ ചെയ്തില്ലേ, ആ ഷെയ്ഖ് ആകാശത്തിലെ വിമാനത്തിനെ കൺട്രോൾ ചെയ്തില്ലേ, ഈ ഷെയ്ഖ് കടലിലെ തിരമാലകളെ നിയന്ത്രിച്ചില്ലേ, മറ്റേ ഷെയ്ഖ് ആകാശ നക്ഷത്രങ്ങളെ നിയന്ത്രിച്ചില്ലേ എന്ന് പറഞ്ഞ ആ ശൈലിയിൽ തന്നെയായിരുന്നു അന്ന് ഫിറഔനും ഫിറൗന്റെ ഷെയ്ഖന്മാരും സമൂഹത്തോട് പ്രസംഗിച്ചത്. അന്ന് അല്ലാഹു തആല തീരുമാനിച്ചു വെച്ചതാണ് ചെങ്കടൽ ആരെ കസ്റ്റഡിയിലാണെന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്ന്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഫറോവമാര് വിലസും ദുനിയാവിൽ, കാറൂന്മാര് വിലസും, നമ്രൂദുമാര് വിലസും. രാജ്യം ഭരിക്കുന്നത് ഫറോവമാരാണ്, സ്റ്റേറ്റ് ഭരിക്കുന്നത് നമ്രൂദുമാരാണ്. ആ രീതിയിൽ രാജ്യം അധികാരവും പണവും ഉപയോഗിച്ച് പരമാവധി സലഫിയത്തിനെ അഥവാ തൗഹീദിനെ ഇല്ലാതാക്കി ഇസ്ലാമിനെ കൊല്ലാനുള്ള സകല പരിശ്രമങ്ങളും
അതിന് ഏതെല്ലാം ചെകുത്താന്മാരെ കൂട്ടുപിടിക്കാൻ പറ്റുമോ അവരെയെല്ലാം കൂട്ടുപിടിച്ച് സമൂഹത്തിന്റെ മനസ്സിൽ അവരെ പറ്റിയും ഒരു ചർച്ചയുണ്ടാക്കി തൗഹീദിനെയും സുന്നത്തിനെയും ഇല്ലാതാക്കി ഇസ്ലാമിനെ കൊന്നെങ്കിൽ മാത്രമേ ഇവിടെ ബാത്തിന്റെ ശക്തികൾക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന പൗരാണിക സിദ്ധാന്തം വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന സമൂഹത്തോടും അല്ലാഹു തആല ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. നിങ്ങളെ മക്കളും നിങ്ങളെ ഭാര്യമാരും നിങ്ങളെ കച്ചവടവും നിങ്ങളെ വീടും നിങ്ങളെ ഫാക്ടറിയും നിങ്ങളെ കൊട്ടാരവും നിങ്ങളെ ബിസിനസ്സും ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിലനിൽക്കാൻ ആഗ്രഹമുള്ള താല്പര്യമെങ്കിൽ അവകൾ തകർന്നു പോകാതെ അവര് നഷ്ടപ്പെട്ടു പോകാതെ കൊള്ളക്കാർ കൊള്ളയടിക്കാതെ കലാപക്കാർ തീവെക്കാതെ ഏതെങ്കിലും പ്രശ്നക്കാർ വന്ന് പൊളിച്ച് തരിപ്പണമാക്കാതെ ബുൾഡോസർ വെക്കാതെ ഇതെല്ലാം നിലനിന്നു പോകണം എന്നാണ് നിങ്ങളെ താല്പര്യമെങ്കിൽ അഹബ്ബയിലേക്ക് എന്തിനേക്കാൾ അള്ളാഹുവിനുള്ള അജയ്യമായ തൗഹീദ് നിലനിർത്തുന്നതിനേക്കാൾ വറസൂലിഹി പ്രിയപ്പെട്ട പ്രവാചകന്റെ സുന്നത്ത് നിലനിർത്തുന്നതിനേക്കാൾ വജിഹാദിൻ ഫീ സബീലി തൗഹീദും സുന്നത്തും ജീവിതത്തിൽ നിലനിർത്താനുള്ള പരിശ്രമത്തെക്കാൾ മേൽപ്പറയപ്പെട്ട സംവിധാനങ്ങൾ തകരാതെ സൂക്ഷിക്കപ്പെടണം. അതിന് ഏത് ഭരണകൂടത്തെ കൂട്ടുപിടിച്ചാലും തരക്കേടില്ല, ഏത് ഫിർഔനെ സംതൃപ്തമാക്കിയാലും തരക്കേടില്ല, ഏത് നമ്രൂദിനെ കൂട്ടുപിടിച്ചാലും തരക്കേടില്ല, ഏത് ചെകുത്താന്മാരെ കൂട്ടുപിടിച്ചാലും തരക്കേടില്ല. ഇതാണ് നിങ്ങളെ പരിപാടിയെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അല്ലാഹു തആല നിലവിലുള്ള മുസ്ലിമീങ്ങളുടെ മേൽ നടപടിയെടുക്കുന്നത് കാത്തിരുന്നു കൊള്ളുക. മുസ്ലിങ്ങളുടെ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഫാസിസ്റ്റുകളെയും RSSകാരെയും നശിപ്പിച്ചേരാൻ എന്നല്ല അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്. ജൂതന്മാരെയും നസാറാക്കളെയും സയനിസ്റ്റുകളെയും ഫാസിസ്റ്റുകളെയും നഷ്ടപ്പെടുത്തി തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മുസ്ലിമീങ്ങളായ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലാഹു തആല. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മശ്രിഖ് തൊട്ട് മഗ്രിബ് വരെയുള്ള മുസ്ലിം പ്രശ്നത്തിന് നിദാനം അതാണ്, അല്ലാഹുവിന്റെ കലിമയാണ്. മുവഹിദുകൾ ഉണരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നാശത്തിന്റെ വക്കത്താണ് ലോകം, പ്രത്യേകിച്ചിട്ട് മുസ്ലിം ലോകം. കെട്ടുകെട്ടിത്ര നാശത്തിന്റെ വക്കത്താണ് മുസ്ലിം ലോകം. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. മുവഹിദുകൾ മാത്രമായിരിക്കും അതിന് ഉത്തരവാദിത്വമുള്ളവർ. തൗഹീദ് എന്താണെന്ന് മനസ്സിലായവർ, സുന്നത്ത് എന്താണെന്ന് മനസ്സിലായവർ, അതെങ്ങനെയാണ് നാട്ടിലും നാട്ടുകാരിലും പ്രചരിപ്പിക്കേണ്ടത് എന്ന ബോധ്യമുള്ളവർ, സങ്കുചിതത്തോടുകൂടി സാമ്പത്തികമോ രാഷ്ട്രീയമോ മാത്രം പരിഗണിച്ച് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ഒരു സംവിധാനത്തിന്റെ ആൾക്കാർ മാത്രമാകണം, അതുകൊണ്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകണമെന്ന നീചമായ അബൂജഹലിയൻ ചിന്താഗതിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതന്നെ അന്നും പറഞ്ഞത്. അന്ന് തുബത്തും ഷൈബത്തും അബൂജഹലും അല്ലാഹുവിന്റെ റസൂലിനെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞത് എന്താ? നമുക്കൊന്ന് കോംപ്രമൈസ് ആയിക്കൂടെ മുഹമ്മദേ? ഇത്ര തീവ്രമായ രീതി സ്വീകരിക്കണോ നിങ്ങള്? കുടുംബത്തെ അലിഹാദ ജമഅതന ഫറഖത ബൈനന, നമുക്കിടയിൽ നീ ഭിന്നിപ്പുണ്ടാക്കി, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നീ വിയോജിപ്പുണ്ടാക്കി. ഉപ്പയപ്പുറവും മോനിപ്പുറവുമായി, ഭാര്യ അപ്പുറവും ഭർത്താവ് അപ്പുറവും ഭാര്യ ഇപ്പുറവുമായി. എന്തിനാ മുഹമ്മദ് ഇങ്ങനൊരു പ്രശ്നം? നമുക്കൊന്ന് കോംപ്രമൈസ് ആയിക്കൂടെ? അങ്ങനെയാണ് വലീദിനെ പറഞ്ഞു വിട്ട്, അല്ലെങ്കിൽ ഉത്തുബത്തിനെയും ഷൈബത്തിനെയും പറഞ്ഞു വിട്ടിട്ട് ഖുറൈശി സമൂഹം റസൂലുള്ളാഹി തങ്ങളുമായിട്ട് സന്ധി സംഭാഷണം ആരംഭിച്ചത്. എന്താണ് അവർ വെച്ച ഡിമാൻഡ് എന്നറിയുമോ? ഖുർആൻ. റസൂലുള്ളാഹി തങ്ങളോട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഒരു വർഷം നീ ഞങ്ങൾ ആരാധിക്കുന്ന ജാറങ്ങളിൽ വന്ന് ഇലാഹദ്റത്തി പറഞ്ഞ് ജാഹു ബറക്കത്തുമായിട്ട് ദുആ ചെയ്യും. ആ ഒരു കൊല്ലം കഴിഞ്ഞാൽ മറ്റേ കൊല്ലം നീ പറയുന്ന പോലെ ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചോളാം, ജാറങ്ങൾ ഞങ്ങൾ പൂട്ടിക്കോളാം. അങ്ങനെ ഒരു കോംപ്രമൈസ് ആയിക്കൂടെ മുഹമ്മദ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. ഇന്നത്തെ മാതിരി സംഘടന യോഗം കൂടിയിട്ട് 36 ഭൂരിപക്ഷത്തിൽ 35 എടുത്താൽ 36ന്റെ ഭൂരിപക്ഷത്തിൽ തീരുമാനമെടുക്കാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് പറ്റൂല. അതിന്ന് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത ഭരണഘടനയിൽ പ്രവർത്തിക്കുന്ന ദീനി പ്രബോധകന്മാർക്ക് ഭൂരിപക്ഷം നോക്കി ഹറാം ഹലാലാക്കാം, ഹലാല് ഹറാമാക്കാം. അത് അഷ്റഫുൽ പറ്റൂല. അതാണ് ഉസൂൽ ദീനിന്റെ. ഭൂരിപക്ഷം നോക്കി സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഭൂരിപക്ഷം നോക്കിയിട്ട് സംഘടന തീരുമാനിക്കലല്ല ഹലാലും ഹറാമും. ഖുർആനും സുന്നത്തും സഹാബാക്കളെ ചര്യയും നോക്കിയിട്ട് വേണം തീരുമാനമെടുക്കാൻ. അഷ്റഫുൽ ഖൽഖ് മൗനം, ഒന്നും മിണ്ടാനില്ല. മായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹി വന്നാലല്ലാതെ ഒരക്ഷരം സംസാരിക്കാൻ അവകാശം മുഹമ്മദ് നബിക്കില്ല. റസൂലുള്ളാഹി തങ്ങൾ നീണ്ട മൗനം. അതിന്റെ ഇടയിൽ ഖുറൈശികൾ പലതും പിറുപിറുക്കുന്നുണ്ട്. മുഹമ്മദ് മിക്കവാറും ഒപ്പത്തിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവും. ഇന്നത്തെ പോലെ എന്തെങ്കിലും സൂഫി ശേഖന്മാരെ നക്കാനും ദുർവ്യാഖ്യാനം നടത്തി ഇവിടുത്തെ മുശ്രിക്കുകളെയും കാഫിറുകളെയും സൂഫി ശേഖന്മാരേക്ക് പിറകെ പോകുന്ന ഗതികളിലേക്ക് എത്തുന്നതൊക്കെ പ്രതീക്ഷിക്കുകയായിരുന്നു അവരും. റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ ഇറക്കി. ഖുൽ
ഓനന്തീക്ഷിക്കേണ്ട അപ്പാറ മറുപടി, യാ അയ്യുഹൽ കാഫിറൂൻ, കൊടിയ കാഫിരിങ്ങളെ. ആരെയാ വിളിച്ചത്? ആരെയാണ് കൂട്ടന്റെ കാഫിരികൾ എന്ന് വിളിച്ചത്? നമ്മൾ പരിചയപ്പെട്ട മതക്കാരെയാണോ കാഫിരികൾ? 5 നേരം നിസ്കരിക്കുന്നവരെയല്ലേ അവർ കാഫിരികളെന്ന് അല്ലാഹു തആല വിളിച്ചത്? നോമ്പ് നോക്കുന്നവരെയല്ലേ കാഫിർ എന്ന് വിളിച്ചത്? ഹജ്ജ് ചെയ്യുന്നവരെയല്ലേ, ഉംറ ചെയ്യുന്നവരെയല്ലേ അല്ലാഹു തആല കാഫിർ എന്ന് വിളിച്ചത്? ഇവർ ഈ കാര്യത്തിൽ വല്ല ഇതുമുണ്ടോ, വല്ല വ്യത്യാസവും ഉണ്ടോ? കൃത്യമായി ഹജ്ജ് ചെയ്യുന്നവരല്ലേ അവർ, ഉംറ ചെയ്യുന്നവരല്ലേ അവർ? കൃത്യമായി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഈ തൗഹീദിന്റെ തൽബിയത്തും പറഞ്ഞിട്ടല്ലേ അബൂജഹൽ ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നത്, ഉത്ബത്ത് ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ ഇല്ലാ ശരീകൻ ഹുവ ലക, ലാത്ത, ഉസ്സ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലെയുള്ള തങ്ങന്മാരെയും ഔലിയാക്കളെയും ആ കൂട്ടത്തിൽ കൂട്ടി എന്ന തെറ്റല്ലേ അവർ ചെയ്തത്? അത് കെട്ടിയിട്ട് ബാക്കിയുള്ള തൽബിയത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്ഥിരപ്പെടുത്തിയില്ലേ? അത്ര കൃത്യമായിട്ട് അഅ്മാലുകൾ ചെയ്യുന്നവരായിരുന്നില്ലേ ഖുറൈശി സമൂഹം? ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, മകാന സ്വലാത്തുഹു മിൻദൽ ബൈത്തി ഇല്ലാ മുഖഅൻ വതസ്ബിയ. കഅബത്തിന്റെ അടുത്തുനിന്ന് ഖുറൈശികൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് ശരിയായ നിസ്കാരമല്ല, തൗഹീദിൽ അധിഷ്ഠിതമായ നിസ്കാരത്തെ നിസ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതൊരു കോൾ കളിക്ക് മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതൊരു ചൂളം വിളിയും പാട്ടും കൂത്തുമായിട്ട് മാത്രം കണ്ടാൽ മതി എന്നല്ലേ ഖുറൈശികളുടെ നിസ്കാരത്തെ പറ്റി അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറഞ്ഞിരിക്കുന്നത്? എന്താ അല്ലാഹു അവരുടെ നിസ്കാരത്തെ കളിയാക്കുകയാണോ? അതന്നെ ഇന്നത്തെ ഈ സമൂഹത്തിന്റെ ഈ നിസ്കാരത്തിന്റെ രീതി. തൗഹീദില്ലാത്തവർക്ക് എന്ത് നിസ്കാരമാണ്? തൗഹീദില്ലാത്തവരുടെ നിസ്കാരം എങ്ങനെയാണ് സഹീഹാകുക? ജാറത്തിൽ പോകുന്നവരുടെ നിസ്കാരം എങ്ങനെയാണ് സഹീഹാകുക? ജാറത്തിൽ പോയിട്ട് തങ്ങളെ കാര്യം നടത്തണേ എന്ന് പറയുന്നവരുടെ നിസ്കാരം എങ്ങനെയാണ് സഹീഹാകുക? നിസ്കാരം സഹീഹാകാൻ ഉദു മാത്രമാണോ ഷർത്ത്? നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ മാത്രമാണോ ഷർത്ത്? ഖിബിലക്ക് മുന്നിടൽ മാത്രമാണോ ഷർത്ത്? ഒന്നാമത്തെ ഷർത്ത് അൽ ഇസ്ലാം, തൗഹീദ് ക്ലിയർ ആയിരിക്കുക എന്നുള്ളതല്ലേ നിസ്കാരം സഹീഹാകാനുള്ള ഒന്നാമത്തെ ഷർത്ത്. അതുകൊണ്ട് തന്നെ ജാറത്തിന്റെ ആൾക്കാരുടെ നിസ്കാരം എങ്ങനെയാണ് സഹീ എന്ന് പറയുക? അവര് സൂഫി ഷേഖുകളാണ്, അവര് അശ്ശരി സൂഫി ഷേഖുകളാണെന്ന് ഒരു സലഫി ഗ്രൂപ്പ്, വേറൊരു ഗ്രൂപ്പ് അവര് മാത്തുരീദി സൂഫി ഷേഖുകളാണെന്ന് വെച്ചാൽ മതി. ഏത് കാട്ടുകള്ളന്റെ ഒന്നിച്ച് പോയി കൈകിട്ടുന്നതിനും കുഴപ്പമില്ല എന്ന് നേതാവ് പറഞ്ഞപ്പോൾ പ്രജകള് അങ്ങനെ തന്നെ സിന്ദാബാദ്. അതിന്റെ പ്രജകള് സകല സലഫികളും ഇപ്പോൾ ഷീഈ പള്ളിയിലെത്തി, മുജാഹിദികൾ ഇപ്പോൾ ഷീഈ പള്ളിയിലെത്തി നിസ്കരിക്കാൻ. കാര്യം എന്താ? സംഘടന തീരുമാനിച്ചിട്ടുണ്ട് അത് അശ്ശരി തരീഖത്തിന്റെ ആളാണെന്ന് വിശ്വസിച്ചാൽ മതി. ഏതോ ഒരു ഷെയ്ഖ് മദീനത്തിനെങ്ങാനും വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രേ. അങ്ങനെയാണ് ഗ്ലോബൽ ഇസ്ലാമുകാർ ഷിയാക്കൾ ഒന്നിച്ചുകൂടാൻ തീരുമാനിച്ചത് അല്ലേ? എന്താ താരതമ്യം നടത്താൻ ഇത്ര ബുദ്ധിമുട്ട്? എന്താണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല പറഞ്ഞത്? യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കൊടിയ കാഫിരിങ്ങളെ, കൊടിയ കാഫിരിങ്ങളെ. പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ഫോറം ഫോർ ഡെമോക്രസിന്റെ ഒരു സംഘടന ഉണ്ടായിരുന്നു, ഫോറം ഫോർ ഡെമോക്രസി. അതിലൊരു മുസ്ലിയാരാണ് അതിന്റെ പ്രസിഡന്റ്. ആ പ്രസിഡന്റ് പണ്ട് ആലുവയിൽ നിന്ന് പ്രസംഗിച്ചൊരു പ്രസംഗം നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫോറം ഫോർ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളായ സുഹൃത്തുക്കളെ എന്നാണ് ഇതിന്റെ അർത്ഥം. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞമ്മു ഒന്ന് തന്നെയാണ്. നിങ്ങളെ വൈക്ക് പോയിക്കോ, ഞാൻ എന്റെ വൈക്ക് പോവാ. തിന്നുന്നതും കൊടുക്കുന്നു ഉറങ്ങുന്നല്ല ഒന്നിച്ചാവാ എന്നാണ് അതിന്റെ അർത്ഥം. ആ മുസ്ലിം പ്രസംഗിച്ചതാണോ? ആണോ? യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കൊടിയ കാഫിരീങ്ങളെ അഥവാ ജാറത്തിന്റെ ആൾക്കാരെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ ഇടപെടിപ്പിക്കുന്ന ശൈഖുകളെ ഞാൻ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഹുബുലിൽ അഅ്ലായെയും അതേപോലെ ഇബ്രാഹിമിനെയും ഉപ്പാപ്പ ഇബ്രാഹിമിനെയും ഉപ്പുപ്പ ഇസ്മായിലിനെയും എന്റെ പ്രശ്ന പരിഹാരത്തിന് ഞാൻ ഇടക്ക് നിർത്തുന്ന പ്രശ്നമേ ഇല്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു. ഞാൻ നിങ്ങളോട് പറയുന്ന അല്ലാഹു മാത്രം മതി എന്ന ആശയം അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലല്ലോ. വലാ അന ആബിദും മാ അബദു, കട്ടികൂട്ടുകയാണ്. വലാ അന, ഇല്ല ഞാനില്ല. നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയാറ്. അതിന്റെ അർത്ഥം അങ്ങനെ, വലാ അന, ഇല്ല ഞാനില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഈ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശൈഖന്മാരെ അംഗീകരിക്കുന്ന പ്രശ്നത്തിനെ ഞാനില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ വിളിക്കുന്ന അല്ലാഹു മാത്രം എന്ന നയം അത് നിങ്ങളും അംഗീകരിക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾ നിങ്ങളെ ദീനനുസരിച്ച് മുന്നോട്ട് പോ, ഞാൻ എന്റെ ദീനനുസരിച്ച് വളരെ ശക്തമായി മുന്നോട്ട് പോകാം. കാണേണ്ട അടുത്ത് വെച്ച് കാണാം. വലിയ ഭാഷ ഈ കോംപ്രമൈസിന് തയ്യാറായോ? ഞാൻ ചോദിക്കുന്ന ഈ നേതാക്കന്മാരെന്ന് പറയുന്നവരോട്, നൂഹ് നബി തൊട്ട് അഷ്റഫുൽ ഖൽഖ് വരെയുള്ള മുർസലീങ്ങൾ മുഴുവനും പ്രശ്നക്കാരല്ലേ നിങ്ങളുടെ ഭാഷ അനുസരിച്ച്? അവിടെ നാടിന്റെയും വീടിന്റെയും രാഷ്ട്രീയത്തിന്റെയും സമൂഹത്തിന്റെയും കാര്യങ്ങൾ നോക്കിയിട്ടാണോ തൗഹീദിന്റെ ഉസൂലുകൾ തീരുമാനിക്കേണ്ടത്?
നൂഹ് നബി എന്തിനാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്? 950 കൊല്ലവും പ്രശ്നം ഉണ്ടാക്കിയതില്ലേ നൂഹ് നബി? ആകെ മൊത്തം ബഹളമായിരുന്നില്ലേ? നേതാക്കന്മാരെ മുഴുവനും നൂഹ് നബിക്കെതിര്. നൂഹ് നബി ആവട്ടെ ഒരു അഡ്ജസ്റ്റ്മെന്റും തയ്യാറില്ല. ആകെ 10-70 ആളെയും വെച്ചിട്ടാണ് നൂഹ് നബി കളിക്കുന്നത്. ലക്ഷക്കണക്കിന് വരുന്ന അനുയായികളാണ് ജാറത്തിന്റെ ആൾക്കാർക്കുള്ളത്. എന്നിട്ടും നൂഹ് നബി ഒന്നിനും തയ്യാറായില്ല. അവസാനം അള്ളാഹു തീരുമാനമെടുത്തു, പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അങ്ങനെയല്ലേ ബാത്തിന്റെ ശക്തികളെ വെള്ളപ്പൊക്കത്തിൽ കൊന്നുകളഞ്ഞത്? കംപ്ലീറ്റ് നശിച്ചില്ലേ? ഇവിടെ ബാത്തിന്റെ അഹ്ലികാരെ നശിപ്പിക്കലാണോ അള്ളാന്റെ ലക്ഷ്യം? അതോ നൂഹ് നബിന്റെ തൗഹീദ് നിലനിർത്തലാണോ? നൂഹ് നബിന്റെ തൗഹീദ് നിലനിർത്തലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? സമൂഹം സുഖസുഭിക്ഷമായി കുടിച്ച് പിടിച്ച് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ജീവിക്കുകയായിരുന്നില്ലേ? ആ സമൂഹത്തിന്റെ ഇടയിൽ പോയി മാലക്കും മിൻ ഇലാഹിൻ ഗൈറു എന്ന് പറഞ്ഞിട്ട് സ്വാലിഹ് നബി എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ആദ്യ സമൂഹം സുഖസുഭിക്ഷമായിട്ട് ജീവിക്കുകയായിരുന്നില്ലേ? ധനികന്മാരും പണക്കാരും അധികാരികളും പോലീസും പട്ടാളവും. അല്ലാഹു തആല പറഞ്ഞില്ലേ, വആദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الأوتاد അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. രാജ്യത്തിന്റെ അതിർത്തിക്കകത്ത് വലിയ വലിയ പിരമിഡുകൾ പണിത് അതിന്റെ ഉള്ളകത്ത് പട്ടാളത്തെ വിന്യസിപ്പിച്ച് ബഹുമാനപ്പെട്ട ഹൂദ് നബിയെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും നശിപ്പിച്ചൊടുക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആദിനെ നിങ്ങളെ റബ്ബ് കൈകാര്യം ചെയ്ത വിഷയം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ മുഹമ്മദ് നബി എന്ന ഖുർആൻ? വസമൂദ الذين جابوا الصخر بالواد, വലിയ വലിയ പാറകൾ തുരന്ന് അതിന്റെ ഉള്ളിൽ ഗുഹയുണ്ടാക്കി ആ ഗുഹക്കകത്ത് കോട്ടകൾ കെട്ടി ആ കോട്ടക്കകത്ത് പട്ടാളത്തെയും പോലീസിനെയും വിന്യസിപ്പിച്ച് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മുസ്ലിം ന്യൂനപക്ഷത്തെയും നശിപ്പിച്ചൊതുക്കാൻ ഇറങ്ങി തിരിച്ചവന്റെ രാഷ്ട്രീയാധികാരം തകർത്ത് തരിപ്പണമാക്കിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നബിയെ? വഫിർഔന ദിൽ ഔതാദ്, ചെങ്കടലിന്റെയും നൈൽ നദിയുടെയും തീരത്ത് പിരമിഡുകൾ പണിത് രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ച് സമൂഹത്തെ മുഴുവനും അടിമകളാക്കി വെച്ച് കിബുത്തി രാജവംശം, വെളിയിൽ നിന്ന് വന്ന അധിനിവേശ ഭരണകൂടം ഇസ്രായേലി ന്യൂനപക്ഷത്തെ കൊന്നൊടുക്കി നശിപ്പിച്ച് ജീവിച്ച ആ സമൂഹത്തിന്റെ കൈകളിൽ ഞാൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ? നിങ്ങൾ എന്താണ് മുഹമ്മദ് നബിയെ മനസ്സിലാക്കാത്തത്? അലം തറാന്ന് ചോദിച്ചിട്ടാ പറയുന്നത്. നിങ്ങൾ എന്താ മുഹമ്മദ് നബിയെ മനസ്സിലാക്കാത്തത്? ഇവിടെ ഭൂരിപക്ഷം കടലെടുത്ത് വരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു അല്ലേ? പിന്നെ ഖുറൈശികളുടെ ബദ്രിലേക്ക് വന്ന 1000-ഓളം വരുന്ന പട്ടാളത്തെ കണ്ടിട്ടാണോ നിങ്ങൾ പേടിക്കുന്നത്? ഉഹുദിലേക്ക് വന്ന 3000-ത്തെ കണ്ടിട്ടാണോ പേടിക്കുന്നത്? ഹുനൈനിലേക്ക് വന്ന 30,000-ത്തെ കണ്ടിട്ടാണോ പേടിക്കുന്നത്? പേടിക്കാതിരിക്കും മുഹമ്മദ് നബി. പക്ഷെ ഒരു ഷർത്തുണ്ട്, എന്താണെന്നറിയുമോ? മുഅ്മിനീങ്ങൾ ഉറച്ചു നിന്നോളണം തൗഹീദിൽ. വലാ തത്തബിഅന്നി സബീലല്ലദീന ലാ യഅലമൂൻ. വിവരം കെട്ടവരെ സൂഫി ശൈഖുകളെയും കൊണ്ടുവരും. ആ വിവരം കെട്ടവരെ പിന്നാലെ പോകാൻ പാടില്ല. ഉറച്ചു നിന്നോളം തീരുമാനം ഞാൻ എടുക്കാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം, ചെങ്കടലിൽ അള്ളാഹുവിന്റെ ദീനത്തിൽ ഫറോവ സമൂഹത്തെ നശിപ്പിച്ച് എല്ലാവരെയും അക്കരെ എത്തിച്ചു. അവിടെ തന്നെ ചരിത്രത്തിന്റെ 2-ാം ഭാഗം തുടങ്ങുന്നത്. ബാത്തിന്റെ ശക്തികൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ സുഖസുഭിക്ഷമായി സെൽഫികൾക്ക് ജീവിക്കാമെന്നാണ് ഭാവമെങ്കിൽ ഇല്ല, നിങ്ങൾ ഞാൻ അനുവദിക്കുകയില്ല. സെൽഫികൾ വിചാരിച്ചു പോയോ? ഞങ്ങൾ തൗഹീദിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ജാറത്തിനെതിരാണ്, ഞങ്ങൾ ഉർക്കിന് ഏലസിന് എതിരാണ്, ഞങ്ങൾ കൈ നെഞ്ചത്ത് കെട്ടുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം നിങ്ങളെ ഞാൻ അങ്ങോട്ട് വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? ഫഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ അംഗീകരിച്ച തൗഹീദ് എത്ര സഹോദരങ്ങളെ സഹോദരിമാരെ, മക്കം ഫത്ഹ് നടന്നു. അള്ളാഹു ചരിത്രത്തിന്റെ 3-ാം കുറി പൂർത്തിയാക്കാൻ പോവുകയാണ്. അഷ്റഫുൽ ഖൽഖിനെ നിസ്കരിക്കാൻ അനുവദിച്ചില്ല കഅബാലയത്തിൽ നിന്നുകൊണ്ട്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പേ നബിതങ്ങൾ നിസ്കരിക്കുമായിരുന്നു. മെഹ്റാജിന്റെ സമയത്ത് 5 വഖത്ത് നിസ്കാരവും കിട്ടി. എന്നിട്ടും കഅബത്തിന്റെ നേരെ തിരിയാൻ അള്ളാഹു അനുവദിച്ചില്ല. കാരണം കഅബത്തിന് ചുറ്റും ജാറങ്ങളുണ്ട്. അതിന്റെ കാരണത്താൽ റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയിട്ടാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ജീവിച്ച 13 കൊല്ലവും അങ്ങനെയാണ് നിസ്കരിച്ചത്. അത് അനുവദിച്ചില്ല അള്ളാഹ്. ഹബീബിന്റെ മനസ്സിൽ അങ്ങോളം ഇങ്ങോളം ആഗ്രഹമുണ്ട് കഅബത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന്. പക്ഷെ അള്ളാഹ് അനുവദിച്ചില്ല. അല്ലാഹു തആല പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാൽ മതി എന്ന്. എന്താ കാരണം? 300 ചില്ലറ ജാറങ്ങളുടെ ഇലാഹദ്റത്തിമാര് ജീവിക്കുന്ന പള്ളിയാണ് കഅബാലയം ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം നിസ്കരിക്കണ്ട, ആ ജാറങ്ങൾ മുഴുവനും പോയി കഅബൻ തൗഹീദിന്റെ പള്ളിയാകുന്ന കാലം നിങ്ങൾ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി തരാം എന്ന് അല്ലാഹ് വഅദ ചെയ്തില്ലേ അഷ്റഫുൽ ഖൽഖിനോട്?
മദീനയിൽ എത്തിയിട്ട് മദീനയിൽ വന്ന് ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അള്ളാഹു താല അതിന് സംവിധാനം ഒരുക്കിയത്. അതിനുശേഷമല്ലേ അള്ളാഹു താല നമുക്കത് തുടർന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ബനു ഇസ്രായേലിനെയും ബനു ഇസ്മായിലിനെയും സംയോജിപ്പിക്കുന്നതിന് മദീനയൊക്കെ തിരഞ്ഞെടുത്തതിന്റെ കാരണവും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇസ്ലാം ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിലെത്തിയത്, അതിന് അള്ളാഹു ഉണ്ടാക്കിയ കരുക്കൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ അഅ്മാലുകൾ സാക്ഷിയാണ്. ദുൽഹജ്ജായാലും മുഹറമായാലും അതുപോലെയുള്ള മാസം റമദാനായാലും ഇതെല്ലാം നമ്മുടെ കയ്യിൽ ദീനുൽ ഇസ്ലാം എത്തുന്നതിന് ചരിത്രത്തെ അള്ളാഹു എങ്ങനെയൊക്കെയാണ് തിരിച്ച് മറിച്ച് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അത് മാത്രം നമ്മൾ പഠിക്കൂല. നമ്മളാ മുഹറം 10 ദുൽഹജ്ജ് 10 അങ്ങനെ പോകും നമ്മൾ സാധാരണക്കാരനെ പോലെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നു. തൊട്ടടുത്ത് നടന്ന യുദ്ധം ഹുനൈൻ യുദ്ധമാണ്. അഷ്റഫുൽ ഖൽഖ് ഹുനൈനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. ഹവാസിൻ ഗോത്രക്കാർ മദീനയെ ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പുറപ്പെടാൻ മെനക്കെട്ടപ്പോൾ എല്ലാവരും അങ്ങ് പുറപ്പെട്ടു ഒന്നിച്ച്. ഇന്നലെ മാത്രം മെമ്പർഷിപ്പ് എടുത്തവരും പുറപ്പെട്ടു. അങ്ങനെയുണ്ടല്ലോ തൗഹീദിൽ ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തവരും ഇന്ന് മുഫ്തിയാവും. ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും, ഏക്കിയിട്ടാ മുഫ്തിയാവും. ഇല്ല, നടക്കൂല. അതൊക്കെ ആലിമീങ്ങൾക്ക് പറഞ്ഞ ജോലിയാ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം കൂടി സാധാരണക്കാരും കൂടി, ഒപ്പം പാരമ്പര്യക്കാരും കൂടി, ഷിയാക്കളും കൂടി. അങ്ങനെ ഏതാണ്ട് ഒരു 10,000-കണക്കിന് ആൾക്കാർ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. വഴിനീളം അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. പ്യൂർ മുവഹിദീങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇന്നലെയും മിഞ്ഞാന്ന് മക്കം ഫത്ഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന പുതിയ മുസ്ലിമീങ്ങളും ഉണ്ട്. ഒപ്പം നാട്ടിലെ ജാറത്തിന്റെ ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് ഒന്നിച്ചുണ്ട്. അങ്ങനെ അവർ വരാന്തയിലെത്തി, ഒരു താഴ്വരയിലെത്തി. ആ താഴ്വരയിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ സന്ദർഭത്തിൽ ഇന്നലെ മാത്രം ഇസ്ലാമിലേക്ക് വന്ന പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും അഷ്റഫുൽ ഖൽഖിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. ഓതങ്ങളെ, ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വാളൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടി തൂക്കിയിടാൻ ഒരു മരം ഞങ്ങൾ തീരുമാനിച്ചു നോക്കും. ആ മരം ബർക്കത്തുള്ള മരം, അതിൻ്റെ കീഴിൽ ഇരുന്നാൽ ബർക്കത്ത് കിട്ടും. അതിൻ്റെ മേലെ വാള് തൂക്കിയിട്ടാൽ ബർക്കത്ത് കിട്ടും. അങ്ങനെ ആ മരത്തിലൂടെ കഴിഞ്ഞുപോയ മഹാന്മാർ ചെയ്ത ആ ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട് വർത്തമാനകാല ഷിയാക്കളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പള്ളികൾ കാണും. അതെല്ലാം നല്ല കാസറ്റ് ഇട്ടിട്ട് പാട്ടും കേട്ട് കുട്ടും കൂട്ടിട്ട് ഡുഗു ജിഗ് ജുഗു ആക്കിയിട്ടാ പോയിട്ടുണ്ടാകുക. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പള്ളി എന്ത് കണ്ടാലും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജാറത്തിൻ്റെ അടുത്ത് ഉടൻ തന്നെ ബ്രേക്ക് ചെയ്തു. ഭാര്യയെല്ലാം മക്കൻ തലയിലിട്ട് സൈക്ക് ഓഫാക്കി, എന്നിട്ടൊന്ന് സൈഡാക്കി. കാരണം ജാറത്തിൻ്റെ അടുത്തെത്തുമ്പോഴുള്ള ഭക്തി. പള്ളി അത് കുഴപ്പമില്ല, പള്ളീൻ്റെ അള്ളാൻ്റെ അല്ലേ. അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചാൽ ഇത്രന്നുണ്ട്, തങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ജാറത്തിൻ്റെ അടുത്ത സമയത്തുള്ള അതും കുരുത്തും. അങ്ങനെ പൈസ വലിച്ചെറിൻ്റെ അടുത്ത് വലിച്ചവരും ഇറങ്ങിക്കൊടുത്തിട്ട് റെസീറ്റ് വാങ്ങും. കാരണം തങ്ങളെ തൃപ്തിപ്പെടുത്താൻ. അത് തന്നെ അന്ന് നടന്നത്. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ദാത്തു അൻവാത്ത്, ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ നബി, ഇജ്അൽ ലനാ ദാത അൻവാത്ത്, ഞങ്ങൾക്കൊരു ബർക്കത്തിന്റെ മരം ഉണ്ടാക്കിത്ത. ആരാ ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖിനോട്. ആരോട്? റസൂലുള്ളാഹിനോട്. ആര്? സഹബാക്കള്. പ്യൂർ മുവഹിദീങ്ങളല്ല. ഇന്നലെ വരെ അവർ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇസ്ലാമിൽ പുതുക്കക്കാരായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ കാര്യം പറഞ്ഞത്. പഴയ ശിർക്കൊന്നും മനസ്സിന്ന് പോയിട്ടില്ല, ഇലാഹ ഹദ്റത്ത് മനസ്സിന്ന് പോയിട്ടില്ല, ജാഹ് ബർക്കത്ത് മനസ്സിന്ന് പോയിട്ടില്ല. അങ്ങനെയാണ് മരം കണ്ടപ്പോൾ, പണ്ട് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ വാള് തൂക്കിയിടുന്ന മരം കണ്ടപ്പോൾ ഇങ്ങനത്തൊരു സിദ്ര, ഇങ്ങനത്തൊരു മരം ഞങ്ങൾക്കും ഉണ്ടാക്കിത്ത. ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുന്ന സാധനം എന്ന അർത്ഥം. ഇങ്ങനത്തൊന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താൻ. അഷ്റഫുൽ ഖൽഖിന് ദേഷ്യം പിടിച്ചു. ആരെപ്പോലെ? അന്ന് മൂസ നബിക്ക് ദേഷ്യം പിടിച്ചതുപോലെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ ഖുൽതും മാ ഖാലതു ബനൂ ഇസ്രായീൽ മൂസ, മൂസ പ്രവാചകനോട് ബനൂ ഇസ്രായേലിയർ പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊരു ഇലാഹുണ്ട്, ഒരു ജാറമുണ്ട്, ഞങ്ങൾക്കും ബർക്കത്തിന് വേണ്ടി ഒന്നുണ്ടാക്കിത്താൻ. ഇതേപോലെയാണല്ലോ നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലതർകബുന്ന സനന മൻ കാന ഖബലകും, നിങ്ങളെ പൂർവികന്മാർ ഏതുപോലെ ജാറത്തിന്റെ ആൾക്കാരായി ഇലാഹ ഹദ്റത്തിയുമായി നശിച്ചോ അതേപോലെ നിങ്ങളും നശിക്കുക തന്നെ ചെയ്യും. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വാക്ക് ഇന്ന് എത്ര കൃത്യമായിട്ടാണ് പുലർന്നിരിക്കുന്നത്. ആ സനൻ, ആ പൂർവികന്മാരായ സൂഫികളുടെ മാർഗം എത്ര കൃത്യമായിട്ടാണ്. ആലോചിച്ചു കൊള്ളുക. ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ കച്ചകെട്ടി ഇറക്കിയിരിക്കുകയാണ് ലോകം മുഴുവനും അതിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ്. ഒരു പുതിയ സാമ്രാജ്യം ഇറാന്റെ നേതൃത്വത്തിൽ
ഷീഈ ജൂതന്മാരെ നേതൃത്വത്തിൽ വരാൻ പോകുകയാണ്. ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെ ഇറാനിയൻ ജൂതന്മാർക്ക് കുഴലൂത്ത് നടത്തി മുസ്ലിമീങ്ങളെ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ലോകം ഷിയാക്കളുടേതാക്കി തീർക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി വരികയാണ്. അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് കേരളം വരെ പൂർണ്ണമായും ഷീഈ ജൂതായിസത്തിന്റെ കയ്യിൽ ഉലമാക്കളും അനുയായികളും ഭൂരിപക്ഷത്തിന്റെ ബലത്തിലും പണത്തിന്റെ ബലത്തിലും അരങ്ങ് തകർക്കുകയാണ്. വരും നാളുകൾ സലഫികളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമാണ്. തൗഹീദ് സുന്നത്തിന്റെ കാര്യം ഭയാനകമാണ് അവസ്ഥകൾ. അങ്ങനെ ഒരു കാലഘട്ടം പേർഷ്യന്റെ നേതൃത്വത്തിൽ ഒരു സാമ്രാജ്യ ലോകത്ത് നിലവിൽ വന്നാൽ ഈജിപ്തിലെ അസലുൽ ബന്നയുടെ ഇഖ്വാൻ മുതൽ ഇന്ത്യയിലെ ജമാഅത്ത് മൗദൂദിയുടെ ജമാഅത്ത് ഇസ്ലാമി വരെ, ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ ഇപ്പുറം യമനിലെ ഹൂത്തികൾ വരെ കംപ്ലീറ്റ് ചൊറഞ്ഞിരിക്കുകയാണ് ഷീഈ ജൂതായിസത്തിന്റെ ആധിപത്യം. അതിനുവേണ്ടി ഒരു ഭാഗത്ത് ഇസ്രായേലി ജൂതായിസം, വേറൊരു ഭാഗത്ത് ഇറാനിയൻ ജൂതായിസം, എല്ലാ ജൂതന്മാരും കൂടി ഒത്തൊരുമിച്ച് ഇസ്ലാമിനെ കൊല്ലാൻ കിട്ടുന്ന ചാൻസ് മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാരെ അടക്കം കൂട്ടുപിടിച്ച് സലഫിയത്തിനെ കൊളമാക്കാൻ മെനക്കെടുകയാണ്. ജാഗ്രത പാലിച്ചുകൊള്ളുക. സലഫി പ്രസ്ഥാനങ്ങൾ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒത്തൊരുമയുണ്ടാക്കി തൗഹീദിന്റെ മേഖലയിൽ വളരെ ശക്തമായ ചുവടുവെപ്പുകൾ നടത്തിയിട്ടില്ലെങ്കിൽ പുതിയ നൂറ്റാണ്ടിന്റെ ബാല്യകാലം തീരുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ ഗുരുതരമായി നാം അനുഭവിക്കേണ്ടി വരും. ലോകം മുഴുവനും, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിക്കുകയും തുടർന്നങ്ങോട്ട് രണ്ട് വിഭാഗത്തെ യോജിപ്പിച്ച് അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് ഇനി എന്തൊക്കെയാണ് അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് നമുക്ക് കടക്കാം. അതായിരിക്കട്ടെ നമ്മുടെ വരാനിരിക്കുന്ന ചർച്ചകൾ. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ റസൂലിൽ മുസ്തഫ വന്നബിയിൽ മുർത്തള ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه واتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في برك وبحرك أجمعين يا رب العالمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين. اللهم شتت شملهم. اللهم فرق جمعهم. اللهم قل عددهم. اللهم خالف بين كلماتهم. اللهم زلزل أقدامهم. اللهم خيب ديارهم. اللهم زلزلهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين. ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായിട്ട് തന്നെയാണോ നിങ്ങൾ ഈ തൗഹീദ് മജിറ്റി മെമ്പർഷിപ്പും കൊണ്ട് നടക്കുന്നത്? വലയഅലമന്നൽ കാദിബീൻ, മനസ്സിന്റെ ഉള്ളിൽ കള്ളത്തരവും വെച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സലഫികളെ സംബന്ധിച്ച് എനിക്കറിയണം. അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അതെ, അല്ലാഹു തആല പറഞ്ഞു വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹറ. അങ്ങനെ മുവഹിദുകളും സലഫികളുമായ, ഞാൻ സലഫികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും തിരിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഉത്തരവാദിയുമല്ല. സലഫികൾ, അതെ, തൗഹീദിന്റെ വക്താക്കൾ, അവരെ അല്ലാഹു തആല അക്കരയിലെത്തിച്ചു. എന്നിട്ട് അല്ലാഹു തീരുമാനിച്ചത് എന്താണ്? ഇനി അല്ലാഹുക്ക് അറിയണം ഇവര് തൗഹീദിലേക്ക് വന്നത്
ഇവർ തൗഹീദിന്റെ ആളായത് ആരെ ബോധിപ്പിക്കാനായിരുന്നു? ഫറോവന്റെ ബുദ്ധിമുട്ടുന്ന രക്ഷപ്പെടാനാണോ, അതോ മൂസനബിന്റെ ഒക്കെ കൂടിയാൽ രക്ഷപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യസന്ധമായിട്ട് തന്നെയാണോ നിങ്ങൾ ഈ തൗഹീദ് മജീദ് മെമ്പർഷിപ്പും കൊണ്ട് നടക്കുന്നത്? വലയഅലമന്നൽ കാദിബീൻ, മനസ്സിന്റെ ഉള്ളിൽ കള്ളത്തരവും വെച്ചിട്ടാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് സലഫികളെ സംബന്ധിച്ച് എനിക്കറിയണം. അല്ലാഹു സൂറത്തുൽ അൻകബൂത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. അതെ, അല്ലാഹു തആല പറഞ്ഞു വജാവസിനാ ബിബനി ഇസ്രായീൽ ബഹറ. അങ്ങനെ മുവഹിദുകളും സലഫികളുമായ, ഞാൻ സലഫികൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്, എന്നിട്ടും തിരിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഉത്തരവാദിയുമല്ല. സലഫികൾ, അതെ തൗഹീദിന്റെ വക്താക്കൾ, അവരെ അല്ലാഹു തആല അക്കരയിൽ എത്തിച്ചു. എന്നിട്ട് അല്ലാഹു തീരുമാനിച്ചത് എന്താണ്? ഇനി അല്ലാഹുക്ക് അറിയണം, ഇവർ തൗഹീദിലേക്ക് വന്നത്, ഇവർ തൗഹീദിന്റെ ആളായത് ആരെ ബോധിപ്പിക്കാനായിരുന്നു? ഫറോവന്റെ ബുദ്ധിമുട്ടുന്ന രക്ഷപ്പെടാനാണോ, അതോ മൂസനബിന്റെ ഒക്കെ കൂടിയാൽ രക്ഷപ്പെടാൻ? സഹോദരങ്ങളെ, സഹോദരിമാരെ, മക്കം ഫത്ഹ് നടന്നു. അള്ളാഹു ചരിത്രത്തിന്റെ 3-ാം കുറി പൂർത്തിയാക്കാൻ പോവുകയാണ്. അഷ്റഫുൽ ഖൽഖിനെ നിസ്കരിക്കാൻ അനുവദിച്ചില്ല കഅബാറിയത്തിൽ നിന്നുകൊണ്ട്. നുബുവത്ത് കിട്ടുന്നതിന് മുമ്പേ നബിതങ്ങൾ നിസ്കരിക്കുമായിരുന്നു. മെഹ്റാജിന്റെ സമയത്ത് 5 വഖത്ത് നിസ്കാരവും കിട്ടി. എന്നിട്ടും കഅബത്തിന്റെ നേരെ തിരിയാൻ അള്ളാഹു അനുവദിച്ചില്ല. കാരണം കഅബത്തിന് ചുറ്റും ജാറങ്ങളുണ്ട്. അതിന്റെ കാരണത്താൽ റസൂലുള്ളാഹി തങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയിട്ടാണ് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ജീവിച്ച 13 കൊല്ലവും അങ്ങനെയാണ് നിസ്കരിച്ചത്. അത് അനുവദിച്ചില്ല അല്ലാഹ്. ഹബീബിന്റെ മനസ്സിൽ അങ്ങോളം ഇങ്ങോളം ആഗ്രഹമുണ്ട് കഅബത്തിന് നേരെ തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന്. പക്ഷെ അള്ളാഹ് അനുവദിച്ചില്ല. അല്ലാഹു തആല പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാൽ മതി എന്ന്. എന്താ കാരണം? 300 ചില്ലറ ജാറങ്ങളുടെ ഇലാഹദ്റത്തിമാര് ജീവിക്കുന്ന പള്ളിയാണ് കഅബാലയം ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം നിസ്കരിക്കണ്ട, ആ ജാറങ്ങൾ മുഴുവനും പോയി കഅബൻ തൗഹീദിന്റെ പള്ളിയാകുന്ന കാലം നിങ്ങൾ ആഗ്രഹം ഞാൻ പൂർത്തിയാക്കി തരാം എന്ന് അല്ലാഹ് വഅദ ചെയ്തില്ലേ അഷ്റഫുൽ ഖൽഖിനോട്? മദീനയിൽ വന്ന് 1.5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അല്ലാഹു തആല അതിന് സംവിധാനം ഒരുക്കിയത്. അതിനുശേഷമല്ലേ അല്ലാഹു തആല നമുക്കത് തുടർന്ന് സംസാരിക്കേണ്ട വിഷയമാണ്. ബനു ഇസ്രായേലിനെയും ബനു ഇസ്മായിലിനെയും സംയോജിപ്പിക്കുന്നതിന് മദീനയൊക്കെ തിരഞ്ഞെടുത്തതിന്റെ കാരണവും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇസ്ലാം ഏത് രീതിയിലാണ് നമ്മുടെ കയ്യിലെത്തിയത്, അതിന് അള്ളാഹു ഉണ്ടാക്കിയ കരുക്കൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ അഅ്മാലുകൾ സാക്ഷിയാണ്. ദുൽഹജ്ജായാലും മുഹറമായാലും അതുപോലെയുള്ള മാസം റമദാനായാലും ഇതെല്ലാം നമ്മുടെ കയ്യിൽ ദീനുൽ ഇസ്ലാം എത്തുന്നതിന് ചരിത്രത്തെ അള്ളാഹു എങ്ങനെയൊക്കെയാണ് തിരിച്ച് മറിച്ച് നമ്മുടെ കയ്യിൽ എത്തിക്കുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അത് മാത്രം നമ്മൾ പഠിക്കൂല. നമ്മളാ മുഹറം 10 ദുൽഹജ്ജ് 10 അങ്ങനെ പോകും നമ്മൾ സാധാരണക്കാരനെ പോലെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹ് കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വന്നു. തൊട്ടടുത്ത് നടന്ന യുദ്ധം ഹുനൈൻ യുദ്ധമാണ്. അഷ്റഫുൽ ഖൽഖ് ഹുനൈനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. ഹവാസിൻ ഗോത്രക്കാർ മദീനയെ ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പുറപ്പെടാൻ മെനക്കെട്ടപ്പോൾ എല്ലാവരും അങ്ങ് പുറപ്പെട്ടു ഒന്നിച്ച്. ഇന്നലെ മാത്രം മെമ്പർഷിപ്പ് എടുത്തവരും പുറപ്പെട്ടു. അങ്ങനെയുണ്ടല്ലോ തൗഹീദിൽ ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തവരും ഇന്ന് മുഫ്തിയാവും. ഇന്നലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും, മേക്കിയിട്ടാ മുഫ്തിയാവും. ഇല്ല, നടക്കൂല. അതൊക്കെ ആലിമീങ്ങൾക്ക് പറഞ്ഞ ജോലിയാ. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം കൂടി സാധാരണക്കാരും കൂടി, ഒപ്പം പാരമ്പര്യക്കാരും കൂടി, ഷിയാക്കളും കൂടി. അങ്ങനെ ഏതാണ്ട് ഒരു 10,000-കണക്കിന് ആൾക്കാർ ഹുനൈനിലേക്ക് പുറപ്പെട്ടു. വഴിനീളം അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. പ്യൂർ മുവഹിദീങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇന്നലെയും ഞാൻ മക്കം ഫത്ഹിന് ശേഷം ഇസ്ലാമിലേക്ക് വന്ന പുതിയ മുസ്ലിമീങ്ങളും ഉണ്ട്. ഒപ്പം നാട്ടിലെ ജാറത്തിന്റെ ആൾക്കാരും ഉണ്ട്. എല്ലാവർക്കും ഒരു ആഘോഷമായിട്ടാണ് എല്ലാവരും പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് ഒന്നിച്ചുണ്ട്. അങ്ങനെ അവർ വരാന്തയിലെത്തി, ഒരു താഴ്വരയിലെത്തി. ആ താഴ്വരയിൽ വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ സന്ദർഭത്തിൽ ഇന്നലെ മാത്രം ഇസ്ലാമിലേക്ക് വന്ന പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും അഷ്റഫുൽ ഖൽഖിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. ഓതങ്ങളെ, ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വാളൊക്കെ ഒരു ബർക്കത്തിന് വേണ്ടി തൂക്കിയിടാൻ ഒരു മരം ഞങ്ങൾ തീരുമാനിച്ചു നോക്കും. ആ മരം ബർക്കത്തുള്ള മരം, അതിൻ്റെ കീഴിൽ ഇരുന്നാൽ ബർക്കത്ത് കിട്ടും. അതിൻ്റെ മേലെ വാള് തൂക്കിയിട്ടാൽ ബർക്കത്ത് കിട്ടും. അങ്ങനെ ആ മരത്തിലൂടെ കഴിഞ്ഞുപോയ മഹാന്മാർ ചെയ്ത ആ ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ട്? വർത്തമാനകാല ഷിയാക്കളെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കേ. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പള്ളികൾ കാണും. അതെല്ലാം നല്ല കേസറ്റ് ഇട്ടിട്ട് പാട്ടും കേട്ട് കുട്ടും കൂട്ടിട്ട് ഡുഗു ജിഗ് ജുഗു ആക്കിയിട്ടാ പോയിട്ടുണ്ടാകുക. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പള്ളി എന്ത് കണ്ടാലും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ജാറത്തിൻ്റെ അടുത്ത് ഉടൻ തന്നെ ബ്രേക്ക് ചെയ്തു. ഭാര്യയെല്ലാം മക്കൻ തലയിലിട്ട് സൈക്ക് ഓഫാക്കി, എന്നിട്ടൊന്ന് സൈഡാക്കി. കാരണം ജാറത്തിൻ്റെ അടുത്തെത്തുമ്പോഴുള്ള ഭക്തി. പള്ളി അത് കുഴപ്പമില്ല, പള്ളീൻ്റെ അള്ളാൻ്റെ അല്ലേ. അള്ളാഹ്ക്ക് ദേഷ്യം പിടിച്ചാൽ ഇത്രാന്നുണ്ട്, തങ്ങൾക്ക് ദേഷ്യം പിടിച്ചാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്.
ജാറത്തിൻ്റെ അടുത്ത സമയത്തുള്ള അതും കുരുത്തും അങ്ങനെ പൈസ വലിച്ചെറിൻ്റെ അടുത്ത് വലിച്ചവരും ഇറങ്ങിക്കൊടുത്തിട്ട് റെസീറ്റ് വാങ്ങും. കാരണം തങ്ങളെ തൃപ്തിപ്പെടുത്താൻ. അതന്നെ അന്ന് നടന്നത്. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ദാത്തു അൻവാത്ത്, ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ നബി, ഞങ്ങൾക്കൊരു ബർക്കത്തിന്റെ മരം ഉണ്ടാക്കിത്ത. ആരാ ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽക്കിനോട്. ആരോട്? റസൂലുള്ളാഹിനോട്. ആര്? സഹബാക്കള്. പ്യൂർ മുവഹിദീങ്ങളല്ല. ഇന്നലെ വരെ അവർ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇസ്ലാമിൽ പുതുക്കക്കാരായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ കാര്യം പറഞ്ഞത്. പഴയ ശിർക്കൊന്നും മനസ്സിന്ന് പോയിട്ടില്ല, ഇലാഹദ്രത്തി മനസ്സിന്ന് പോയിട്ടില്ല, ജാഹു ബർക്കത്ത് മനസ്സിന്ന് പോയിട്ടില്ല. അങ്ങനെയാണ് മരം കണ്ടപ്പോൾ, പണ്ട് കാലത്ത് യാത്ര ചെയ്യുമ്പോൾ വാള് തൂക്കിയിടുന്ന മരം കണ്ടപ്പോൾ ഇങ്ങനത്തൊരു സിദ്ര, ഇങ്ങനത്തൊരു മരം ഞങ്ങൾക്കും ഉണ്ടാക്കിത്ത. ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുന്ന സാധനം എന്ന അർത്ഥം. ഇങ്ങനത്തൊന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കിത്താൻ. അഷ്റഫുൽ ഖൽക്കിന് ദേഷ്യം പിടിച്ചു. ആരെപ്പോലെ? അന്ന് മൂസ നബിക്ക് ദേഷ്യം പിടിച്ചതുപോലെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു അക്ബർ ഖുൽതും മാ ഖാലതു ബനൂ ഇസ്രായീൽ മൂസ, മൂസ പ്രവാചകനോട് ബനൂ ഇസ്രായേലിയർ പറഞ്ഞതുപോലെയാണല്ലോ നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊരു ഇലാഹുണ്ട്, ഒരു ജാറമുണ്ട്, ഞങ്ങൾക്കും ബർക്കത്തിന് വേണ്ടി ഒന്നുണ്ടാക്കിത്താൻ. ഇതേപോലെയാണല്ലോ നിങ്ങളും പറഞ്ഞിരിക്കുന്നത്. വല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലതർകബുന്ന സനന മൻ കാന ഖബലകും, നിങ്ങളെ പൂർവികന്മാർ ഏതുപോലെ ജാറത്തിന്റെ ആൾക്കാരായി ഇലാഹദ്രത്തിയുമായി നശിച്ചോ അതേപോലെ നിങ്ങളും നശിക്കുക തന്നെ ചെയ്യും. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞ വാക്ക് ഇന്ന് എത്ര കൃത്യമായിട്ടാണ് പുലർന്നിരിക്കുന്നത്. ആ സനൻ, ആ പൂർവികന്മാരായ സൂഫികളുടെ മാർഗം എത്ര കൃത്യമായിട്ടാണ്. ആലോചിച്ചു കൊള്ളുക. ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ കച്ചകെട്ടി ഇറക്കിയിരിക്കുകയാണ് ലോകം മുഴുവനും അതിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണ്. ഒരു പുതിയ സാമ്രാജ്യം ഇറാന്റെ നേതൃത്വത്തിൽ, ഷീഈ ജൂതന്മാരുടെ നേതൃത്വത്തിൽ വരാൻ പോകുകയാണ്. ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെ ഇറാനിയൻ ജൂതന്മാർക്ക് കുഴലൂത്ത് നടത്തി മുസ്ലിമീങ്ങളെ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ലോകം ഷിയാക്കളുടേതാക്കി തീർക്കാനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി വരികയാണ്. അങ്ങ് ഇറാൻ മുതൽ ഇങ്ങ് കേരളം വരെ പൂർണ്ണമായും ഷീഈ ജൂതായിസത്തിന്റെ കയ്യിൽ ഉലമാക്കളും അനുയായികളും ഭൂരിപക്ഷത്തിന്റെ ബലത്തിലും പണത്തിന്റെ ബലത്തിലും അരങ്ങ് തകർക്കുകയാണ്. വരും നാളുകൾ സെലഫികളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമാണ്. തൗഹീദ് സുന്നത്തിന്റെ കാര്യം ഭയാനകമാണ് അവസ്ഥകൾ. അങ്ങനെ ഒരു കാലഘട്ടം പേർഷ്യന്റെ നേതൃത്വത്തിൽ ഒരു സാമ്രാജ്യം ലോകത്ത് നിലവിൽ വന്നാൽ, ഈജിപ്തിലെ അസലുൽ ബന്നയുടെ ഇഖ്വാൻ മുതൽ ഇന്ത്യയിലെ ജമാഅത്ത് മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമി വരെ, ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ ഇപ്പുറം യമനിലെ ഹൂത്തികൾ വരെ കംപ്ലീറ്റ് ചൊറഞ്ഞിരിക്കുകയാണ് ഷീഈ ജൂതായിസത്തിന്റെ ആധിപത്യം. അതിനുവേണ്ടി ഒരു ഭാഗത്ത് ഇസ്രായേലി ജൂതായിസം, വേറൊരു ഭാഗത്ത് ഇറാനിയൻ ജൂതായിസം. എല്ലാ ജൂതന്മാരും കൂടി ഒത്തൊരുമിച്ച് ഇസ്ലാമിനെ കൊല്ലാൻ കിട്ടുന്ന ചാൻസ് മുഴുവനും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാരെ അടക്കം കൂട്ടുപിടിച്ച് സലഫിയത്തിനെ കൊളമാക്കാൻ മെനക്കെടുകയാണ്. ജാഗ്രത പാലിച്ചുകൊള്ളുക. സലഫി പ്രസ്ഥാനങ്ങൾ എത്രയും പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒത്തൊരുമയുണ്ടാക്കി തൗഹീദിന്റെ മേഖലയിൽ വളരെ ശക്തമായ ചുവടുവെപ്പുകൾ നടത്തിയിട്ടില്ലെങ്കിൽ പുതിയ നൂറ്റാണ്ടിന്റെ ബാല്യകാലം തീരുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ ഗുരുതരമായി നാം അനുഭവിക്കേണ്ടി വരും. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും. അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മളെ സഹായിക്കുകയും തുടർന്നങ്ങോട്ട് രണ്ട് വിഭാഗത്തെ യോജിപ്പിച്ച് അഷ്റഫുൽ ഖൽക്കിനെ കൊണ്ട് ഇനി എന്തൊക്കെയാണ് അള്ളാഹു ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിലേക്ക് നമുക്ക് കടക്കാം. അതായിരിക്കട്ടെ നമ്മുടെ വരാനിരിക്കുന്ന ചർച്ചകൾ. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ റസൂലിൽ മുസ്തഫ വന്നബിയിൽ മുർത്തള. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه واتباعه ومن تبعهم بإحسان إلى يوم الدين. اللهم ارض عن أشرف خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا
واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين، اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في برك وبحرك أجمعين يا رب العالمين. اللهم ألف بين قلوب المسلمين الموحدين، اللهم أصلح ذات بينهم يا رب العالمين. اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين. اللهم شتت شملهم، اللهم فرق جمعهم، اللهم قل عددهم، اللهم خالف بين كلماتهم، اللهم زلزل أقدامهم، اللهم خيب ديارهم، اللهم زلزلهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.